വലിയ പത്രാസൊന്നും കാണിക്കല്ലേ. നിനക്ക് 3 തലയുള്ളത് ശരി തന്നെ. എനിക്ക് തലയില്ലെങ്കിൽ എന്താ, ഒന്നാം തരം കേന്ദ്രമുണ്ടല്ലോ. ഓ, അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. നിന്നെ പോലെ ഒരു വശത്തേക്ക് മുഖം നോക്കുന്ന രീതി ഞങ്ങൾക്കില്ല. കേന്ദ്രത്തിന് ചുറ്റും ഒരേ അകലത്തിലാണ് എന്റെ വൃത്തപരിധി. അതറിയാമോ നിനക്ക്? ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ കുട്ടികൾ എന്റെ ചിത്രം വേഗത്തിൽ വരയ്ക്കും. ഓ, അപ്പൊ നീ നല്ല സുന്ദരാണെന്നല്ലോ നിന്റെ ഭാവം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വല്ല ബന്ധുബലവും ഉണ്ടോ? നിനക്ക് എന്താണ് ഇത്ര ബന്ധുബലം? ഞങ്ങൾ എന്തെല്ലാം തരം ത്രികോണങ്ങളാണുള്ളത്? ഞാനേ 3 വശങ്ങൾ തുല്യമായ സമഭുജ ത്രികോണം. ഞാനുമുണ്ട് 2 വശം മാത്രം തുല്യമായ സമപാർശ്വ ത്രികോണം. കഴിഞ്ഞോ? അതെ, ഞാനുമുണ്ട് ഒരു കോൺ 90 ഡിഗ്രിയായ മട്ട ത്രികോണം. ആട്ടെ, നിങ്ങൾക്ക് എന്താണ് നിന്നെ കുറിച്ച് പറയാനുള്ളത്? ഒരു കാര്യം മനസ്സിലായി, നിനക്ക് ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ ലോകം വിശാലമാണ്. ഒരു ബിന്ദു കേന്ദ്രമാക്കി നിരവധി വൃത്തങ്ങൾ വരയ്ക്കാം. അത്തരം വൃത്തങ്ങളാണ് ഏകകേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വശങ്ങളില്ലല്ലോ. ഞങ്ങൾക്ക് 3 വശങ്ങളും 3 കോണുകളും ഉണ്ട്. ഞങ്ങളുടെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ആഹാ, വശങ്ങളില്ലെങ്കിൽ എന്താ, ആരമുണ്ട്, വ്യാസമുണ്ട്, കൂടാതെ ജ്ഞാനമുണ്ട്. എപ്പോഴും ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം.